എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 31-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഖഡ്വാങ്കനെന്ന ധരണീശന് കാണൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വിധി, ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഖഡ്വാങ്കനെന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വിധി, ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഇവിടെ ഖഡ്വാങ്കൻ എന്നു പേരായ സൂര്യവംശ ചക്രവർത്തിക്ക് അല്ലയോ ഭഗവാനെ, അങ്ങ് 2 നാഴികയ്ക്കുള്ളിൽ ബ്രഹ്മപ്രാപ്തി നൽകിയതിൽ എന്താണ് ന്യായം? ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ യോജിപ്പില്ലാത്തവയായി കാണപ്പെടുന്നവ അനേകമുണ്ട്. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളിലെ അർത്ഥം. ഇതും ഭാഗവതത്തിലെ കഥയാണ് ഇവിടെ പറയുന്നത്. ആചാര്യൻ ഉദാഹരണമായിട്ട് ഖഡ്വാങ്കൻ എന്ന ഒരു രാജാവിൻ്റെ കഥയാണ് പറയുന്നത്. ഭാഗവതം 9-ാം സ്കന്ധം 9-ാം അധ്യായത്തിലാണ് ഖഡ്വാങ്കൻ്റെ ബ്രഹ്മപ്രാപ്തി, അതായത് മോക്ഷഗതി വിവരിച്ചിരിക്കുന്നത്. ദേവന്മാര് അപേക്ഷിച്ച പ്രകാരം ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ഈ ഖഡ്വാങ്കൻ എന്ന ചക്രവർത്തി വധിച്ചു. അപ്പം ദേവന്മാർക്ക് സന്തോഷത്തിന് പാത്രമായി ഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ചു, തനിക്കിനി എന്ത് വരങ്ങളാണ് വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴത്തേക്ക് ഈ രാജാവ് പറയുക, ഖഡ്വാങ്കൻ എന്ന രാജാവ് പറയാണ്, അദ്ദേഹത്തിന് ഈ ലോക കാര്യങ്ങളിലെല്ലാം നിസ്സംഗമായി ഭവിച്ച ഒരാളാണ്. കാരണം കുട്ടിക്കാലം മുതലേ അദ്ദേഹം ഒരു ഈശ്വരഭക്തനായിരുന്നു. കാരണം അതിനാൽ ദേവന്മാർ പ്രതിജ്ഞ ചെയ്ത ആ ലൗകിക വിവരങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിന് താല്പര്യമില്ല, എനിക്കിനി 2 നാഴിക മാത്രമേ ജീവിച്ചിരിക്കാൻ അവകാശമുള്ളൂ ഈ ഭൂമിയിൽ. അതുകൊണ്ട് അദ്ദേഹം പോയി ഇവരുടെ ഈ പാരിതോഷികങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹം അവിടെ ചെന്നിട്ട് രാജ്യകാര്യങ്ങളെല്ലാം അനന്തരാവാസികളെ ഏൽപ്പിച്ചു. ശേഷിച്ച 2 നാഴിക എന്തായി? ബ്രഹ്മധ്യാനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെ കൈവല്യവും ആ പദവിയും നേടി. ഈ ഖഡ്വാങ്ക കഥയാണ് ആചാര്യൻ 31-ാം പദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാരബ്ധവാസന അവശേഷിച്ചിരുന്നത് കൊണ്ട് ഇന്ദ്രദ്യുമ്നനെ ക്ലേശിക്കേണ്ടി വന്നു. അതേസമയം പ്രാരബ്ധവാസന പൂർണ്ണമായി ശമിച്ചിരുന്നതിനാൽ ഖഡ്വാങ്കൻ എന്ന ആ ധരണീശന് എന്തായി? പെട്ടെന്ന് 2 നാഴിക കൊണ്ട് തന്നെ മുക്തി ലഭിച്ചുവെന്നും കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ വിരുദ്ധങ്ങളെ, ഭക്തന്മാരോടുള്ള വിരുദ്ധമായ ആ ലീലകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രധാനമായും ആചാര്യൻ നമ്മെ അറിയിക്കുന്നത് നമ്മുടെ പ്രാരബ്ധവാസനയാണ് നമുക്ക് മുക്തി കിട്ടാൻ എന്താണ് വൈകുന്നത് എന്നാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഏറ്റവും വളരെയധികം പ്രാധാന്യമുള്ള ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ ജനനം എന്ന് പറയുന്നത്. ഈ മനുഷ്യന് എത്രയോ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമുക്കിവിടെ ഒരു മനുഷ്യജന്മമായിട്ട് കിട്ടുന്നത്. അതിന് പ്രത്യേകിച്ചും ബ്രഹ്മാവ് പറയുന്നുണ്ട്, ഈ ലോകത്തിലെ സകല സൃഷ്ടികളും നടത്തിയതിന് ശേഷം ബ്രഹ്മാവിന് തൃപ്തി വന്നിട്ടില്ല എന്നും, അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് ബ്രഹ്മാവിന് എന്തുണ്ടായത്? സംതൃപ്തി ഉണ്ടായത്. കാരണം മനുഷ്യൻ വിവേകശാലിയും ബുദ്ധിമാനും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനായി ജനിക്കുന്നവർ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ ഈ പദ്യത്തിലൂടെ, ഇതിലും മുമ്പത്തെ പദ്യത്തിലൂടെയും പറയുന്നത്. പ്രാരബ്ധ വാസന എന്ന് പറഞ്ഞാൽ നമുക്ക് മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വാസനയാണ് പ്രാരബ്ധ വാസന. അപ്പോൾ നമ്മൾ മനുഷ്യനായി ജനിക്കുമ്പോൾ എന്ത് വേണം? മറ്റ് ജന്മങ്ങളിൽ നമുക്കൊന്നും തിരിച്ചറിവൊന്നും ഉണ്ടായെന്ന് വരില്ല. അതിനാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മനുഷ്യജന്മം കിട്ടുന്നുണ്ട് ഒരാൾക്ക്. ആ സമയത്ത് നമ്മൾ എന്തറിയണം? നമ്മളെക്കുറിച്ച് അറിയാൻ നമുക്ക് ശ്രമിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? സുഹൃതം ഒന്നുകൊണ്ട് മാത്രമേ അത് തന്നെ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്ന നമ്മൾ ഈ അവിദ്യയാകുന്ന ഈ മായയിൽപ്പെട്ട് നമ്മുടെ അഷ്ടരാഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങൾ നേടുകയാണ്. ഈ കർമ്മങ്ങളിലാണ് പ്രാരബ്ധ വാസനയായിട്ട് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്.
ചിലപ്പോൾ ആ അടുത്ത ജന്മത്തിൽ കിട്ടുമ്പോൾ നമുക്കത് ഈ കർമ്മങ്ങൾ എന്തൊക്കെ നമ്മൾ ദോഷങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഭഗവാനെ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ അതറിയില്ല. പക്ഷേ നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിയും. നമ്മൾക്ക് ഈ കിട്ടിയ ഈ ജീവിതത്തെ അല്ലെങ്കിൽ ഈ കിട്ടിയ മനുഷ്യജന്മത്തെ നമുക്ക് എന്താക്കാൻ പറ്റും? സഫലമാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ നമ്മൾ ആചാര്യൻ പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് ചില പ്രത്യേക ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണം. ആ ഗുണങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഭഗവാൻ നമ്മളെ ഭഗവത്ഗീതയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കാരണം ഭഗവാൻ നിർഗുണനാണ്, നിരഞ്ജനാണ്, നിർമ്മമനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ദൃശ്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് കാരണമായിട്ട് യുഗങ്ങളായ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവതാരങ്ങൾ എടുക്കുന്നു അല്ലേ? അവതാരങ്ങൾ എടുക്കുമ്പോൾ രാമനായും കൃഷ്ണനായും ഒക്കെ നമ്മൾ അവതാരങ്ങൾ അറിയുന്നു. അപ്പൊ ആ അവതാരങ്ങളിൽ ഭഗവാൻ മനുഷ്യരൂപം പൂണ്ട് വന്നിട്ട് എന്താണ് ആ കാര്യങ്ങൾ, എന്താണ് മനുഷ്യന് ചെയ്യേണ്ടുന്നത്, മനുഷ്യന്റെ ക്രിയകൾ എന്താണ് കർമ്മം, എന്താണ് ജ്ഞാനം, എന്താണ് ഭക്തി, എന്താണ് യോഗ, ഇതൊക്കെ ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത്ഗീതയിലൂടെ അർജുനൻ എന്ന മാധ്യമത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ വിചാരിക്കും അർജുനനോട് ഭഗവാൻ പറയുന്നു. അല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടില്ലേ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ എന്താണ്? കൃഷ്ണൻ ഉപനിഷത്തുകളുടെ കറവക്കാരനാണ് കൃഷ്ണനെന്നും അതിന്റെ കന്നുകുട്ടി, പാൽ കുടിക്കുന്ന കന്നുകുട്ടിയാണ് അർജുനനെന്നും ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിമതികളാണ് ഇത് മനസ്സിലാക്കുന്നവർ അല്ലേ? അവർക്ക് മാത്രമേ ഇതിന്റെ നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത്ഗീതയെ നമ്മൾ അതിന്റെ കറക്റ്റായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമുക്ക് എന്ത് വേണം? ഈശ്വരജ്ഞാനം, ഈശ്വര കടാക്ഷം വേണം ഇല്ലേ? സുഹൃതം വേണം. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ മനുഷ്യരായി വരുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. പ്രാരാബ്ധ വാസന കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തുണ്ടാവണം? നമ്മളിൽ സാത്വിക ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നു. ഈ സാത്വിക ഗുണങ്ങൾ ഉണ്ടാവാൻ നമുക്ക് എന്ത് വേണം? നമ്മുടെ പ്രവൃത്തികളല്ലേ അല്ലേ? നമ്മുടെ ചിന്തകൾ, നമ്മളുടെ വിചാരങ്ങൾ. ചിന്തയും വിചാരവും രണ്ടാണ്. ചിന്ത നമ്മളൊന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യും. ചിന്ത എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്താണ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യനായിട്ട് വന്നു ഇല്ലേ? നമ്മൾ ആരും സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾ ഈ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളോ സത്സംഗങ്ങളോ ഇങ്ങനെ നാമപാരായണങ്ങളോ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് അഭിവൃദ്ധിപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തറിയുന്നത്? നമ്മെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നാമപാരായണത്തിന് ഇത്രയും പ്രാധാന്യം. നാമപാരായണത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ മനസ്സിനെ ക്ലിയർ ആക്കാൻ പറ്റൂ. കാരണം ആ മനസ്സിലടങ്ങിയിരിക്കുന്ന തീയും പുകയും കരിയും ഒക്കെ മാറിപ്പോണമെങ്കിൽ അതിനകത്തിരിക്കുന്ന ആ ജ്യോതിസ് അല്ലെങ്കിൽ ആ നമ്മുടെ ബോധതലത്തിൽ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നാമജപം തന്നെ വേണം. ആ നാമജപത്തിലൂടെ നമ്മളുടെ അഷ്ടരാഗങ്ങളും മാറിക്കിട്ടും. അത് 1-2 ദിവസം കൊണ്ടൊന്നും സാധിക്കുന്നതല്ല. നാമജപങ്ങൾ, വ്രതങ്ങൾ, സത്സംഗങ്ങൾ, പുസ്തക പാരായണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിലേക്ക് എപ്പോ നമുക്ക് ആ ശ്രദ്ധ കിട്ടുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കോണം. കാരണം അപ്പോഴാണ് നമ്മൾ തന്നെ കുറിച്ച് ചിന്തിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. അതുവരെ നമ്മൾ പ്രാരാബ്ധ കർമ്മങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുകയും മായയിൽ കിടന്ന് ആവശ്യമില്ലാത്ത സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടികൂടി പിണങ്ങി വൈരാഗ്യങ്ങൾ കാണിച്ചിട്ട് വെട്ടിക്കൊന്നു, കുത്തിക്കൊന്ന്, പിടിച്ചു പറിച്ച്, അപഹരിച്ച്, മാനഭംഗപ്പെടുത്തി, ഉപദ്രവിച്ച്, ഇങ്ങനെയൊക്കെ നമ്മളാ ഈ തീരാത്ത മോഹമാണ്. ഒരു മോഹത്തിന് കടിഞ്ഞാണില്ലാതെ അങ്ങ് വിട്ട എവിടെ ചെന്ന് അവസാനിക്കും? അത് ചെന്ന് തീ വീണാലും നമ്മളല്ല. അതാണ് നമ്മുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ചെന്ന് തീയിൽ വീഴും, നമ്മൾ വെള്ളത്തിൽ ചെന്ന് വീഴും, കൈകാലിട്ടടിക്കും, പൊള്ളും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ അവിദ്യയിൽ പെട്ടാലുണ്ടാകുന്നത്. അപ്പൊ അതിനൊരു നിയന്ത്രണത്തിന് നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താണ്? കുതിരകളാണ്. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നമ്മളെ മനസ്സെന്ന കടിഞ്ഞാൻ കൊണ്ട് പിടിച്ചു കെട്ടണം ഇല്ലേ? അപ്പം മാത്രമാണ് നമുക്ക് നേർബുദ്ധിയും നേർവിചാരങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? നമ്മൾ അത് ഉപേക്ഷിക്കണം, ഇത് ഉപേക്ഷിക്കണം. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ വേഷങ്ങളൊന്നും കെട്ടണ്ട. അത് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം. ആ മനസ്സിനകത്ത് സാത്വികമായ ചിന്തകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മളെ മനസ്സിനെ കടിഞ്ഞാനിടണമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് നമ്മളെ മോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും മനസ്സിനൊരു പങ്കുണ്ട്. മനസ്സ് ആ ബുദ്ധി അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ നമ്മളത് കാണുന്നത്. ഇല്ലെങ്കിൽ മനസ്സില്ലെന്ന് പറഞ്ഞാൽ അക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണതിരെന്ന് ആചാര്യൻ 4-ാമത്തെ പോയത്തിൽ പറയുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ മനസ്സെന്ന ഈ സമസ്യയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിന് 2 രീതിയുണ്ട് മനസ്സ്. ഒന്ന് അവിദ്യയും, ഒന്ന് നമ്മുടെ ആത്മീയതയും. ഈ ആത്മീയത ആരും എന്ത് ചെയ്യില്ല? ഉണർത്തത്തില്ല. അത് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അത് ഉള്ളിൽ ഉണ്ടാവുന്നെങ്കിൽ അത് നമ്മുടെ പുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കലികാലത്ത്
ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാമജപമാണ് യജ്ഞം. നമ്മൾ പറഞ്ഞ യജ്ഞം നടത്താറില്ലേ പണ്ട്, യാഗങ്ങളൊക്കെ നടത്തി അഗ്നികുണ്ഡത്തിൽ ഒരു നമ്മുടെ ബ്രാഹ്മണരൊക്കെ വന്നിരുന്നിട്ട് ചെയ്യുന്ന യാഗവും അഗ്നി ഭഗവാനെ വിളിച്ചു വരുത്തി ആ ചെയ്യുന്നതിന് പകരം ഇന്ന് നമുക്ക് എന്താണുള്ളത്? നാമജപ യജ്ഞം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിൽ നാമജപം എന്നൊരു വിചാരം, അതായത് ഒരു മനുഷ്യനായി പറഞ്ഞാൽ നമ്മൾ ഈശ്വര വിശ്വാസിയായിട്ടല്ല, ഈശ്വരനോട് അടുപ്പം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ്, നമ്മൾ ഏതാണെന്ന് അറിയണമെങ്കിൽ അതുകൊണ്ട് മാത്രമേ നമുക്കത് കഴിയുള്ളൂ. അല്ല നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാനോ നമ്മുടെ ഉദ്ദേശം എന്തെന്ന് അറിയാനോ ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ വായന ഏറ്റവും വലിയ ഒരു ഔഷധം, നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനും നമ്മുടെ മുമ്പോട്ട് നയിക്കുന്നതുമായ സംഭവം നമ്മുടെ വായനയാണ്. വായനയിൽ വായിച്ച് നമുക്ക് എന്തുണ്ടാവും? അറിവ് കൂടും. ആ അറിവിലൂടെയാണ് നമ്മൾ നമ്മെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ നമ്മെ മനസ്സിലാക്കുകയില്ല, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് നമ്മൾ നടക്കും. അല്ലാതെ അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇവിടെ പ്രാരബ്ധവാസനയെ കുറിച്ച് ആചാര്യം പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായും നീതിയായും ഈശ്വരോന്മുഖമായുള്ള കർമ്മങ്ങൾ നമ്മൾ പഠിക്കാൻ നമ്മുടെ വേദപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഫസ്റ്റ് വിജയം എന്ന് പറയുന്നത്. അത് എന്നാരും മനസ്സിലാക്കുന്നു അവർക്ക് അവരെക്കുറിച്ച് ഉള്ള ധാരണകളുണ്ടാവും, അവരുടെ ബുദ്ധിക്ക് മാറ്റമുണ്ടാവും, ചിന്തകൾക്ക് മാറ്റമുണ്ടാവും, അവരുടെ എല്ലാ രീതികളും അവർക്ക് മാറും. ആ ഒരു ആക്കി തരുന്നത് നമ്മുടെ പുസ്തക പാരായണം, നാമജപം, നമ്മുടെ സത്സംഗം. ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞും ഓരോ തലമുറയിൽ നമ്മൾ ആ സത്യങ്ങൾ മനസ്സിലാക്കും. മനുഷ്യൻ എന്ന സത്യം, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എന്തിനൊക്കെയുള്ള കഴിവുകളുണ്ട്, ആ കഴിവിന് എന്താണ് ആധാരം, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് മനസ്സിലാക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ അംശമായ ജീവാത്മാവാണ് നമ്മളിലിരിക്കുന്നത്. ഭഗവാന്റെ സർവ്വഗുണങ്ങളും അതിലടങ്ങിയതാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കണം? നമ്മൾ അതിനെ വിപുലീകരിക്കാനുള്ള ശ്രമം നടത്തണം. അപ്പോഴാണ് നമ്മൾ തനി ഒരു മനുഷ്യനായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ തത്വമസി എന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ പറയുന്ന അവിടെ എഴുതി വെച്ചിട്ട് തത്വമസി, അതായത് നിന്നിലിരിക്കുന്നത് അത് ഞാനാകുന്നു, അതാകുന്നു. അതായത് പരബ്രഹ്മം ഈ ജീവാത്മാവ് തന്നെ ആകുന്നു എന്നുള്ള ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറുന്നവർക്ക് എന്താണ്? സർവ്വ രീതിയിലുള്ള ഏത് മൂർത്തിയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ മൂർത്തിയുടെ എല്ലാ വൈഭവങ്ങളും ആ മനുഷ്യനുണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താ, നമ്മുടെ ഒരു മനുഷ്യന്റെ ജന്മത്തിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പദം എത്തേണ്ട ബ്രഹ്മപ്രാപ്തി. അപ്പോൾ നമ്മൾ എന്താവണം? നമുക്കിതെല്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി വരുമ്പോൾ ഈ ധർമ്മവും അർത്ഥവും കാമവും, ധർമ്മം എന്ന് നമ്മൾ ധർമ്മം വ്യതിചലിക്കാതെ, അതായത് ധർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും വളരെ പ്രാധാന്യമുള്ളൊരു സമ്പ്രദായം എന്താ വെച്ചാൽ അനീതി ഇല്ലാതെ ധർമ്മത്തെ കാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മൾ എന്താ നേടേണ്ടത്? അർത്ഥം, പണം നേടേണ്ടത്. നമ്മൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിൽ എന്താണ് അധിഷ്ഠിതമായിരിക്കുന്നത് അത് കണ്ടെത്തി അതിലൂടെ നമ്മളെ കഴിവുകളെ വളർത്തി അതിലൂടെ നമുക്ക് എന്താ സമ്പാദന ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഓരോരുത്തർക്കും ഒരു വ്യക്തിയെ പോലും ഇവിടെ ഭഗവാൻ കഴിവില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും കറങ്ങി നടക്കാതെ നമുക്ക് എന്തിനൊക്കെ കഴിവുണ്ടെന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കണം. ഇതിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ മനുഷ്യനായാണെന്ന്, മനുഷ്യൻ നിന്നതിന് ഗുണങ്ങളുണ്ടെന്ന് അതിനെ നമ്മൾ വികസിപ്പിക്കണമെന്ന്, നമ്മൾക്കെല്ലാം നേടണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം മതി. നമ്മുടെ മോഹങ്ങളൊക്കെ നശിച്ചാലേ നമുക്ക് ആ പ്രാപ്തിയിൽ എത്താൻ പറ്റൂലേ? അപ്പൊ അത് നമുക്ക് ആദ്യം മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിൽ നിന്നൊക്കെ വിരക്തരായിട്ട് വരണം ഇല്ലേ? കുറേ പണം നമുക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പണത്തിന് വലിയ വില ഉണ്ടാവില്ല, ഉണ്ടോ? പിന്നെ പ്രശസ്തി ആയാലും നമുക്ക് അതിനും ഒരു പരിധി ഉണ്ടല്ലേ? എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതൊക്കെ അറിയണം. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഇത് മനുഷ്യന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നമ്മൾക്ക് അതെല്ലാം നമ്മളിൽ ഇങ്ങോട്ട് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ തേടി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നവർക്ക് തപസ്യ പോലെ. അപ്പം നമ്മൾ മാറുമ്പോൾ നമ്മളിൽ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് വരും. അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഉപദ്രവിച്ച് അവരുടെ കാര്യങ്ങളും പറഞ്ഞ് കർമ്മങ്ങളും നേടിക്കൊണ്ട് നടക്കണം. ഒരിക്കലും നമുക്ക് ഈ ബ്രഹ്മപ്രാപ്തിക്ക് അർഹരാവാൻ പറ്റില്ല. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് പരബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് അവന്റെ മോക്ഷം. മുക്തി എന്ന് പറഞ്ഞാൽ ഈ ധർമ്മ അർത്ഥ കാമങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിരക്തി, അതായത് മതിയായി, അതെല്ലാം തൃപ്തിയാവുകയാണ്. നമുക്ക് തൃപ്തിയായി മാറുന്നതിന് മാത്രമേ മാറ്റം വരുത്താൻ പറ്റൂ. അല്ലാത്തപ്പോൾ നമ്മുടെ മോഹം കിടന്നുകൊണ്ടേയിരിക്കും. ആ മോഹം ഒരിക്കലും നമുക്ക് പ്രാരബ്ധ കർമ്മത്തിൽ തന്നെ നമ്മൾ വരേണ്ടി വരും. അതിന് നമ്മൾ നമ്മുടെ ഉപാസനകളും നാമപാരായണങ്ങളും നമ്മൾ എന്താക്കും?
ഭഗവാൻ നമ്മൾ അതിൽ നിന്ന് നമ്മളെ പതിയെ 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 വിരക്തരാക്കി മാറ്റും. കാരണം എന്താണ്, നമുക്കതെല്ലാം ഭഗവാൻ തന്നു കഴിയും. അതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കതൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ നാമപാരായണത്തിലും പുസ്തക പാരായണങ്ങളിലും ഭഗവത്ഗീത നിങ്ങളുടെ സപ്താഹങ്ങൾ അല്ലെങ്കിൽ ഭാഗവത ഇതൊക്കെ സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ പോയി ഓരോ ആചാര്യന്മാർ അവരുടെ ആചാര്യ പദവിയില് അവർക്ക് മുമ്പുള്ള ആചാര്യർ അവർക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്, ആചാര്യന്റെ ഗുണങ്ങൾ എന്താണ്, ആചാര്യൻ നമുക്ക് എന്ത് പറഞ്ഞു തരും, അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, അവർക്കത് താതാത്മ്യം പ്രാപിച്ചത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് സൽപ്രവൃത്തികളും ഈശ്വരോന്മുഖമായി കർമ്മം ചെയ്ത് തീർക്കാനും ഒക്കെ നമുക്ക് സാധിക്കൂ. അപ്പോഴാണ് നമ്മുടെ പ്രാരബ്ധവാസന ഇവിടെ പറയുന്നത്. നമ്മുടെ ഗജേന്ദ്ര മോക്ഷത്തിലെ നമ്മുടെ ഇന്ദ്രദ്യുമ്ന് പ്രാരബ്ധവാസന കൂടുതലാണ്. അദ്ദേഹം ഒരുപാട് മായയിൽപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായി അങ്ങനെ പ്രാരബ്ധവാസന കൂടിയ മനുഷ്യനായിരുന്നു രാജാവായിരുന്നു. നേരെ മറിച്ച് ഖഡ്വാങ്കൻ എന്ന ആ ധരണീശൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാരബ്ധവാസന അദ്ദേഹത്തിന് ഈ മായയിൽ നിന്ന്, അതായത് വിരക്തി എന്ന് പറയുമ്പോൾ വെറുപ്പല്ല, മതിയാകുന്ന അവസ്ഥ, നമുക്കത് വേണ്ട, അല്ലെങ്കിൽ തൃപ്തിയായി ആത്മസംതൃപ്തിയാണ് നമ്മൾ ഈ വിരക്തി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിലോട്ടൊരു നോട്ടമുണ്ട്. അങ്ങനെയുള്ള ആളായിരുന്നു. കാരണം അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു, കുഞ്ഞുനാൾ മുതൽ എങ്ങനെയാണ് ഈശ്വരാരാധന, ഈശ്വരനോട് സ്നേഹം, ഈശ്വര കർമ്മങ്ങൾ ചെയ്യാം, എല്ലാവരോടും നല്ല. അപ്പൊ നമ്മൾ ഈശ്വരോന്മുഖരായി കഴിയുമ്പോൾ നമുക്ക് ആ മൂർത്തിയുടെ ഗുണം ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ ഭഗവാൻ കരുണാവാനല്ലേ, കാരുണ്യവാനല്ലേ, ദയാലുവല്ലേ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ആള്. നമ്മൾ എത്ര ദുഷ്ടരാണെങ്കിലും നല്ലവരാണെങ്കിലും ഭഗവാൻ ഒരുപോലെയല്ലേ നമ്മളെ കാണുന്നത്, ഇല്ലേ? നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മൾ കർമ്മവാസന ഇവിടെ കടന്ന് അനുഭവിക്കുന്നത്, ഇല്ലേ? അപ്പൊ അവിടെ ഭഗവാൻ എന്താണ്, എല്ലാവരെയും ഒരുപോലെ. ഭഗവാന്റെ പ്രാണന്റെ അംശമാണ് നമ്മൾ എല്ലാവരിലും ഇരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ പ്രാരബ്ധവാസനയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആചാര്യൻ ഇവിടെ പറയുന്നത്, നമ്മുടെ കർമ്മത്തെ അത്രയും കണ്ട് മനുഷ്യനായിട്ടൊരു ജന്മം കിട്ടിയാൽ നമ്മൾ ഈശ്വരോന്മുഖരായി ജീവിക്കാൻ പഠിക്കുക, അതിന് വഴിയൊരുക്കുന്ന വഴികളിലേക്ക് നമ്മൾ നീങ്ങുക. നമ്മുടെ മറ്റു കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അവസാനം ബ്രഹ്മപ്രാപ്തി കിട്ടാൻ എളുപ്പമാവുന്നുണ്ട്. മനുഷ്യജന്മത്തിനെ വൃഥാ കളയാതെ മനുഷ്യജന്മം എന്താണെന്നും തന്നെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിലേക്ക് നമ്മൾ ഉൾവലിയുക. നമ്മൾ ഈ മിഥ്യയിൽ നിന്ന് കുറച്ചൊക്കെ ഉൾവലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനെ ആ പാതയിലേക്ക് നമ്മെ നയിക്കും. അങ്ങനെ നയിക്കപ്പെടുന്നവരാണ് ഇന്ന് ഋഷീശ്വരന്മാരൊക്കെ. അവർക്ക് എന്താ ത്രികാല ജ്ഞാനം ഉണ്ടാന്ന് വെച്ചാൽ അവർ ഈശ്വരന്മാരെ പോലെ ആയി കഴിഞ്ഞു. അവരത് നേടിയെടുത്തു, ഇല്ലേ? നമ്മളെ ഗുരുവിന്റെ കൂടെ സഹകരിച്ച് ഗുരു പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരുടെ ജീവിതം അതിലേക്ക് വിട്ട് അവരങ്ങനെ എന്തായിരുന്നു, ഓരോ ഗുരുവിന്റെ പരമ്പരയായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ്. ആ ബ്രഹ്മപ്രാപ്തിക്ക് ഭഗവാൻ നമുക്ക് തന്നിക്കുന്ന ഒരു അവസരമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് ഈ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് യോഗ്യത ഉണ്ടാക്കാനും അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവേകവും ബുദ്ധിയും ഒക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അതല്ലാതെ മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ ഇത്തരത്തിലൊരു പുരോഗമനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാണൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി, ഒട്ടല്ല നിൻ കളികൾ ഇപ്പോൾ വിരുദ്ധങ്ങളായവകൾ. അങ്ങനെ പല തരത്തിലും വിരുദ്ധങ്ങളായിട്ടുള്ള കളികളാണ്, മായാലീലകളാണ് അല്ലയോ ഗുരുവായൂരപ്പ കണ്ണ നീ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നാരായണനായിക്കൊണ്ട് നമസ്കാരം. എന്താണ്, മനുഷ്യജന്മത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആ രീതിയിൽ. അതിന് ഉദാഹരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീത, ഭാഗവതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമ്മള് ഭഗവാൻ പറയുന്ന വചനങ്ങളാണ് മറ്റുള്ളവർക്ക്, അർജുനന് വേണ്ടി. ഭാഗവതം എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള, ഭഗവാന്റെ ബാല്യകാലം മുതൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഭരണം വരെയുള്ള സമയങ്ങളിൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭഗവാന്റെ ആ ലീലകളും കാര്യങ്ങളും ജനനവും വളർച്ചയും പുരോഗമനവും കൃഷ്ണന്റെ എല്ലാ വൈഭവങ്ങളെയും കുറിച്ച് പറയുന്നതാണ് ഭഗവത്ഗീത. ഭാഗവതം. ഭഗവത്ഗീത എന്താണ്, ഭഗവാൻ ഉപദേശിക്കുന്നത്, ഭഗവാൻ പറയുന്നതാണ് ഭഗവത്ഗീത. ഭഗവാനെ കുറിച്ചുള്ള പറയുന്നതാണ് ഭാഗവതം. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക ഈ മനുഷ്യജന്മത്തില്. അതിനുവേണ്ടി നമ്മൾ ഇതുവരെ നമുക്ക് സമയം നഷ്ടപ്പെട്ടു പോയിട്ട് വൈകിട്ടില്ല. ഉള്ള സമയത്ത് നമ്മൾ എന്താവണം, ഈശ്വരന്മുഖരായി ഈശ്വര ഭക്തരായി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കടിഞ്ഞാണ്ടിരണമെങ്കിൽ ഈശ്വര ഭക്തി തന്നെ വേണം. ഈ ആഗ്രഹങ്ങൾ എപ്പോൾ ഉണ്ടായിരുന്നാൽ അതിന് അതിരില്ലാതെ പോകും. അത് നമ്മളെ കർമ്മ പ്രാരാബ്ധ വാസനയിൽ കൊണ്ട് വിടിക്കും. നമുക്ക് അടുത്ത ഇനി വരുന്ന ജന്മം എന്താണെന്ന് നമുക്ക് പോലും അറിയാൻ കഴിയില്ല. ഗജേന്ദ്രൻ എത്ര യുഗങ്ങളായിട്ടാണ് ആ ഓരോരോ ശാപങ്ങൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അവസാനമാണ് ഭഗവാൻ. എന്നാലും ലാസ്റ്റ് ആ ജീവന് മോക്ഷം കൊടുത്തു. അപ്പൊ ജീവന് അവസാന മോക്ഷം തന്നെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി നേരത്തെ നമുക്ക് എന്താണ് അതിന്റെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയും.
അതുകൊണ്ട് നമ്മളെല്ലാവരും ഈശ്വരോന്മുഖരായി ഈശ്വര ഗുണങ്ങളെ മനസ്സിലാക്കുക. ശ്രവണത്തിലും ഭരണത്തിലും കീർത്തനത്തിലും എല്ലാം ഉണ്ട്. 9 നവവിധ ഭാവങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കെല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാവരും മുതിരുക. അതോടൊപ്പം അതുകൊണ്ട് നമുക്ക് ബ്രഹ്മപ്രാപ്തി നേടാനുള്ള യോഗ്യതയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തരട്ടെ, അല്ലെങ്കിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ്. നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ. രാധേ രാധേ ശ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ഖഡ്വാംഗനെന്ന ധരണി ചെന്നു കാണൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധി. പൊട്ടല്ല നിൻകളി കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണ.